ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ ടേബിളിൽ ഇരുന്നു. എല്ലാവരും വന്ന ശേഷം ആദിയും വന്നു. ആദ്യത്തെ സിംഗിൾ ചെയറിൽ വന്നിരുന്നു അവൻ. വന്നിരുന്നപ്പോൾ രുക്മിണി അവന് ചോറ് വിളമ്പി കൊടുത്തു. രുക്മിണിയുടെ നിർബന്ധത്തിന് സത്യയും ആദിയുടെ അടുത്തിരുന്നു. അവൾ ആദിയെ നോക്കിയെങ്കിലും അവന്റെ ശ്രദ്ധ മുഴുവൻ കഴിക്കുന്നില്ലായിരുന്നു. അവൾ എല്ലാവരെയും നോക്കി. എല്ലാവരുടെയും ശ്രദ്ധ കഴിക്കുന്നതിലാണ്. രണ്ടുപേരുടെ ഒഴികെ വൈഷ്ണവും മായും. അവളുടെ കണ്ണ് മുഴുവൻ ആദിയിലായിരുന്നു. വൈഷ്ണവിന്റെ കണ്ണുകൾ സത്യയിലും. അവൻ നോക്കുന്നത് കണ്ട് അവൾ പ്ലേറ്റിലേക്ക് നോക്കി. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആദ്യം എല്ലാവരെയും നോക്കി രുക്മിണിയുടെ നേർക്ക് തിരിഞ്ഞു. അവൻ രുക്മിണിയോട് പറയുന്നത് കേട്ട് പൊന്നു ഞെട്ടി ആദിയെ നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു. അമ്മ, നാളെ പൊന്നുവിനൊരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. രുക്മിണി പൊന്നുവിനെ നോക്കി. എന്താ ആദി ഇത്ര പെട്ടെന്ന്? അവള് ഡിഗ്രി ഫസ്റ്റ് ഇയർ അല്ലേ ആയുള്ളൂ. പൊന്നും ആദ്യം ഒന്ന് നോക്കി. ആ, ഞാനും ഇവളെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. പിന്നെ ഇത് നല്ലതാണെന്ന് തോന്നി. എന്തായാലും ആരായാലും ഞാൻ തന്നെ വേണ്ടേ എല്ലാം നോക്കാൻ. ചില കാര്യങ്ങൾ നമ്മൾ വൈകിപ്പിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് നടത്തണം. ആദ്യം പറഞ്ഞു കേട്ട് പൊന്നു വൈശാഖിനെ നോക്കി. അവനെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും അവനൊരു ഭാവവ്യത്യാസം ഇല്ല. പൊന്നുവിന് അത് കണ്ടതും കൂടുതൽ സങ്കടം വരുത്തി. ആദ്യേട്ടാ, അത് നന്നായി. എന്തായാലും ഞാൻ ഈ കാര്യത്തിൽ ആദ്യേട്ടന്റെ കൂടെയാ. നാളെ അവര് വരുമ്പോൾ ഞാൻ ഒരുക്കിക്കോളാം പൊന്നുവിനെ. മായ പറഞ്ഞു കേട്ട് പൊന്നു അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ആദി മായയെ നോക്കി ശങ്കരൻ നോക്കി. അമ്മാവാ, ആ എന്താ ആദി? ഈ വിഷ്ണുമായ ഇങ്ങനെ നിർത്തിയാൽ മതിയോ? നല്ല ചെറുക്കനെ നോക്കി ഇവളുടെ കല്യാണം നടത്താൻ നോക്കുക. അതിനുള്ള ടൈമൊക്കെ എന്നോ കഴിഞ്ഞു. ഇനി ആരെ കാത്തു നിൽക്കുക? ആ, നടത്തണം. ഇനി വച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഇത്രയും കാലം നീ മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടക്കുകയായിരുന്നു. ഞാൻ അതിന് കൂട്ടുനിന്നു. ഒടുക്കം നമ്മൾ വിചാരിക്കാത്ത പലതുമല്ലേ നടന്നത്. ശങ്കരൻ അത് സത്യയെ നോക്കിയാണ് പറഞ്ഞത്. അവൾക്കത് കേട്ടൊരു ചമ്മൽ തോന്നി. അതൊക്കെ അമ്മാവന്റെ തെറ്റാ. ഞാൻ ആരോടും കാത്തിരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പഠിപ്പ് കഴിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ പലതും തോന്നും അമ്മാവാ. അതുകൊണ്ട് വേണ്ടാത്തത് കൽപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞു വിടാൻ നോക്ക്. ആദ്യം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവൻ എഴുന്നേറ്റതും സത്യയും അവിടെ നിന്ന് വേഗം എഴുന്നേറ്റു. ശങ്കരൻ മായയെ നോക്കി. കണ്ണൊക്കെ ചുവന്ന് മുഖം കനിപ്പിച്ച് നിൽക്കുന്ന മായയെ നോക്കി ശങ്കരനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. സീനു ഐസിയുവിന്റെ മുന്നിൽ ഇരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. അവളുടെ അടുത്ത് ആരോ വന്നിരുന്ന പോലെ തോന്നിയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ചിത്രകല. ചിത്ര അവളെ നോക്കി പല്ല് കടിച്ചു. സത്യം എവിടെയടി? അകത്ത് ചാവാനായി കിടക്കുന്നത് നിന്റെ തന്തയാണോ അതോ അവളുടെയോ? ചിത്രയുടെ സംസാരം സീനുവിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവരുടെ വായിൽ നിന്ന് നല്ലതൊന്നും വരില്ലല്ലോ എന്ന് ആലോചിച്ച് ആത്മാ കിതച്ചു. സത്യ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയിരിക്ക. 2 ദിവസം കഴിഞ്ഞേ വരൂ. ആ ക്രിസ്ത്യാനി ചെക്കന്റെ കൂടെ ആയിരിക്കും അവള് പോയതല്ലേ? നിന്റെ അവളുടെ ഒക്കെ ഒരു തന്തമാര്. കാൽ കാശിന് ഗതിയില്ലാതെ കുഴിയിലെ കാല് നീട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാലോ. അല്ല, നീ അവന്റെ കൂടെ പോയില്ലേ? അതെന്താ, നിന്നെ കഴിയാവുന്ന അത്ര മുതലാക്കിയിട്ട് ആണോ അവളെ കൊണ്ടുപോയത്? മതി, നിങ്ങൾ പറഞ്ഞ് കുറെയായി സഹിക്കുന്നു. നിങ്ങൾ എന്ത് കണ്ടിട്ട് ആ മനുഷ്യനെ എങ്ങനെ പറയുന്നത്? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്നാ നിങ്ങൾ ഈ കോടീശ്വരിയായത്? ഏട്ടന്റെ അനിയത്തിയും മാത്രമായി കഴിഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. സത്യയുടെ അച്ഛന്റെ മാസം മാസം കിട്ടുന്ന 20,000 രൂപ കൊണ്ട് പിശുക്കി ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. നിങ്ങൾ പറഞ്ഞല്ലോ കുഴിയിലേക്ക് കാല് നീട്ടി നിൽക്കുകയാണെന്ന്. ആ മനുഷ്യനുള്ളത് മുഴുവൻ വിറ്റുപെറുക്കി പെരുവഴിയായത് നിങ്ങളുടെ കല്യാണം നടത്താനാ. അന്ന് എന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം മാത്രം നോക്കിയിരുന്നിൽ ഒരിക്കലും നിങ്ങൾ ഇന്ന് കാണുന്ന ചിത്രകലയായിരിക്കില്ല. പിന്നെ ജെയിംസ് സാറിനെ കുറിച്ച് നിങ്ങൾ മോശമായി പറയുന്നുണ്ടല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മകനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവനൊരു ദിവസം എന്റെ വീട്ടിലെ ബാത്റൂമിൽ കയറി വിളിച്ചത് നിങ്ങൾ മറന്നുപോയോ? സീനു അത് പറഞ്ഞു. ചിത്ര ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റു. ഡി, എന്ത് ധൈര്യം ഉണ്ടായിട്ടടി നീ എന്റെ മകനെ കുറിച്ച് പറഞ്ഞത്? സീനുവും അവരെ ഒന്ന് പുച്ഛിച്ചു. അവിടെ നിന്ന് എഴുന്നേറ്റു. എന്റെ മകൻ നിന്റെ കുളിപ്പുരയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് നീ വശീകരിച്ച് വിളിച്ചു കൊണ്ടുപോയതല്ലേടി. എന്നിട്ട് എന്ത് ധൈര്യത്തിലാ എന്റെ മകനെ നീ കുറ്റം പറയുന്നത്? നിന്നെ ഞാൻ. ചിത്ര അവളെ കൈത്തുള്ളി അടിക്കാൻ നിന്നും പുറകിൽ നിന്ന് വിളിക്കുന്ന കേട്ട് അവർ രണ്ടുപേരും ഞെട്ടി തിരിഞ്ഞു നോക്കി. മമ്മ! ഒരു 5 അടി പൊക്കം തോന്നുന്ന ഒരു ചെറുപ്പക്കാരൻ. കണ്ടാൽ ചിത്ര ആണായ പോലെ തോന്നു. അവരുടെ അതേ മുഖഛായ. ദുബായിൽ വളർന്നു കൊണ്ടാവാം. അറബികളെ പോലെ വെളുത്ത നിറവും ചുവന്ന കവളും രക്തമൂറ്റുന്ന പോലുള്ള ചുവന്ന ചുണ്ടും ഷേപ്പാക്കി വെട്ടി കുറ്റിത്താടി മീശയും ഡാർക്ക് ബ്രൗൺ ഷർട്ടും വൈറ്റ് കളർ പാന്റും ഇൻഷേർഡാക്കി ഒരു സൺഗ്ലാസും വെച്ചിട്ടുണ്ട്. അവനെ കണ്ടതും സീനുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകി. അവൻ സൺഗ്ലാസ് ഊരി സീനുവിനാകെ അവന്റെ കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞു. എന്നിട്ട് അവരുടെ അടുത്തേക്ക് വന്നു. ഏയ് മമ്മ, എന്താ ഇത്? എല്ലാരും നോക്കുന്ന കണ്ടില്ലേ? ഇത് ഹോസ്പിറ്റലാണ്. ഈയിടെ വെച്ച് എന്തിനാ സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ സീനോ? അവൻ അവളെ നോക്കിയതും അവൾ ദേഷ്യത്തിൽ മുഖം തിരിച്ചു. എന്റെ കാശി, നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നിന്നോട് ഞാൻ വീട്ടിൽ പോകാനല്ലേ പറഞ്ഞത്? ഓ മമ്മ, ഞാൻ അമ്മാവനെ ഒന്ന് കാണാൻ വന്നതാ. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞാൽ സത്യന്റെ ഭാര്യയാവൻ പോവല്ലേ? അവനത് സീനുവിനെ നോക്കിയാണ് പറഞ്ഞത്. ഹായ് സീനു, ആളാകെ മാറിപ്പോയല്ലോ. പണ്ടത്തേക്കാളും കുറച്ച് അല്ല, ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്. പ്രകാശ, നീ വീട്ടിലേക്ക് പോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരാം. നിന്റെ അമ്മാവന് ബോധം വന്നിട്ടൊന്നുമില്ല.
ഓ, അതിനു വേണ്ടി മമ്മ ബി പി ഒന്നും കൂട്ടണ്ട, ഞാൻ പോവാ. അപ്പൊ സീനു, നമുക്ക് വീണ്ടും കാണണം. ഓക്കെ ബൈ. അവൻ പോയി ചിത്ര സീനുവിനെ നോക്കി. പണ്ടത്തെ പോലെ എന്റെ മകനെ വളയ്ക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ കൊന്നു കുഴിച്ചു മൂട് നിന്നെ ഈ ചിത്ര ഭാരതും സീനു കാര്യാക്കാതെ അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞും ഐസിയുവിൽ നിന്നൊരു നഴ്സ് പുറത്തേക്ക് വന്നു. അതെ, പേഷ്യന്റും ബോധം വന്നു. സത്യ ആരാ? അത് കേട്ടത് സീനു അവിടെ നിന്ന് എഴുന്നേറ്റു. സത്യ അദ്ദേഹത്തിന്റെ മോളാ. അവൾ ഇവിടെ ഇല്ല, ഞാൻ കയറി കണ്ടോട്ടെ? ഒരുപാട് നേരം സംസാരിക്കാനൊന്നും പറ്റില്ല. കുറെ നേരമായി സത്യ സത്യ എന്ന് വിളിക്കുന്നു, അതുകൊണ്ടാ വന്ന് ചോദിച്ചത്. ഒരു 5 മിനിറ്റ് കയറി കണ്ടോളൂ, ഒരാൾ മാത്രം. നേഴ്സ് അതും പറഞ്ഞ് ഉള്ളിലേക്ക് പോയി. സീനു അവിടെ നിന്ന് ഉള്ളിലേക്ക് പോകാൻ നിന്നും ചിത്ര അവളെ പിടിച്ചു തള്ളി. നീ ആരാടി? അകത്ത് കിടക്കുന്ന എന്റെ ഏട്ടനാ, ഞാൻ കയറി കാണാം ആദ്യം. ആന്റി പ്ലീസ്, അവളുടെ അച്ഛനൊന്ന് സുഖമായിക്കോട്ടെ, നിങ്ങൾ അതിന്റെ അകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കരുത്. സത്യയുടെ അച്ഛനെ ആദ്യം ഞാനൊന്ന് പോയി കാണട്ടെ. ഒന്ന് മാറി നിക്കടി. സത്യം എവിടെ ഇല്ലെങ്കിൽ എനിക്കാണ് പിന്നെ അവകാശമുള്ളത് ആ അകത്ത് കിടക്കുന്ന ആളെ കാണാൻ. നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കാതെ മാറി നിൽക്ക്. ചിത്ര അകത്ത് കയറാൻ നിന്നപ്പോൾ സീനു തടഞ്ഞു. ചിത്ര അവളെ തള്ളിയതായിട്ട് അകത്തേക്ക് പോയി. എന്റെ പടച്ചോനെ, ഇനി ആ വയ്യാത്ത ആളെ അടുത്ത് ചെന്ന് എന്തൊക്കെയാണോ പറയാൻ പോകുന്നത്? സീനു പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കി നിന്നു. ഉള്ളിൽ കർട്ടൻ നീക്കിയത് കൊണ്ട് അവൾക്ക് ശരിക്ക് കാണാൻ കഴിഞ്ഞില്ല. അവൾ ഒന്നും കൂടി ഡോറിലേക്ക് അമർന്ന് ഉള്ളിലേക്ക് എത്തി നോക്കി. അവൾ പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആരോ അവളെ ഇടുപ്പിലൂടെ കൈ ചുറ്റി പുറകിലേക്ക് വലിച്ച് അവളുടെ തൊളി താടി കുത്തി നിന്നു. സീനു പേടിച്ച് കുതറി അയാളെ കാൽമുട്ടിൽ ചവിട്ടി. പെട്ടെന്നുള്ള ചവിട്ടിൽ കൈ പതി അഴിഞ്ഞു. സീനു മാറി നിന്ന് കിതച്ച് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. എന്താ സീനു, ഞാൻ നിന്റെ കാശിയേട്ടനല്ലേ? കാശിയേട്ടനോ? ആരുടെ കാശിയേട്ടൻ? എനിക്ക് നിങ്ങളെ കാണുന്നതേ അറപ്പാ. സീനു, ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ? മമ്മ എന്നോട് പറഞ്ഞു നീ ഏതോ നസ്രാണിന്റെ കൂടെയാണെന്ന്. മമ്മ അത് പറഞ്ഞപ്പോ എന്റെ നെഞ്ചി പിടഞ്ഞു പോയി. അതാ നിനക്കറിയോ? അവൻ അതും പറഞ്ഞ് അവളെ തോളിൽ കൈവയ്ക്കാൻ എന്തും അവൾ കൈ തട്ടി മാറ്റി അറപ്പോടെ മാറി നിന്നു. ദേ, നിങ്ങളുടെ ഈ കാമമൂത്ത സ്വഭാവം കൊണ്ട് ഇനി എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ. സീനു അവനെ നേരെ വിരൽ ചൂണ്ടിയതും അവൻ അവളുടെ കൈ പിടിച്ചു വലിച്ചു അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചു. സീനു അവനെ പെട്ടെന്ന് തന്നെ തള്ളി മാറ്റി അവന്റെ കർണം കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചു. ഡീ, നീ എന്നെ തല്ലിയല്ലേ? നിന്നെ ഞാൻ. അവൻ ദേഷ്യത്തിൽ അവളെ നോക്കിയതും സീനു അവിടെ നിന്ന് ഓടിപ്പോയി. നിന്നെ ഞാൻ കൊതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേടിയിരിക്കും ഹസീന. ഇപ്പൊ നീ ഓടിപ്പോയിക്കോ. എന്നാ എത്ര തവണ നീ എന്റെ അടുത്തുനിന്ന് ഓടിപ്പോകും? ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടും നിന്നെ. അങ്ങനെ ഒരു നസ്രാണിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. ഇത് ഈ പ്രകാശ് രാജീവ് വസിഷ്ഠയാ പറയുന്നേ. അവൻ സീനു ഓടിപ്പോയ ഭാഗത്തേക്ക് നോക്കി പറഞ്ഞു. ഏട്ടാ, എന്നെ ഒന്ന് നോക്ക്. ഏട്ടന്റെ അനിയത്തിയാ വന്നേക്കുന്നേ, ചിത്ര. കണ്ണടച്ച് കിടക്കുന്ന വിനോദ് ചിത്രയുടെ ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേറ്റു. തന്റെ മുന്നിൽ നിൽക്കുന്ന ചിത്രയെ നോക്കി അയാൾ അവളുടെ പേര് വിളിക്കാൻ ശ്രമിച്ചു. ചിത്ര. ഏയ്, ഇങ്ങനെ കഷ്ടപ്പെടുന്നു വേണ്ട ഏട്ടാ. ഏട്ടൻ ഞാൻ പറഞ്ഞു കേട്ടോ. മതി, ഇങ്ങോട്ടൊന്നും സംസാരിക്കണ്ട. വിനോദ് കണ്ണുനീർ ചിത്രയെ തന്നെ നോക്കി നിന്നു. അവളിലുണ്ടായ മാറ്റം കണ്ട്. ഞാൻ എന്റെ ഭർത്താവിന്റെയും മക്കളുടെയും ഒപ്പം ദുബായിൽ സെറ്റിലാ. എനിക്ക് അവിടുന്ന് വരാൻ തീരെ താല്പര്യമില്ല. പിന്നെ വന്നത് നിങ്ങളാണല്ലോ എനിക്ക് എന്റെ രാജീവേട്ടനെ തന്നത്. അതിന്റെ ഒരു പ്രതിഫലം എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. എന്റെ ഒരു മകൻ പ്രകാശ് സത്യ വിവാഹം കഴിക്കും. നിങ്ങളൊന്ന് സമ്മതം മൂളിയാ മതി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ പുറത്ത് നിൽക്കുന്നത്. ഉള്ള കൊതുകിന്റെയും മൂട്ടയുടെയും കടി കൊണ്ട് ഏട്ടൻ മകളോട് ഇക്കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്താ? ചിത്ര പറയുന്നത് കേട്ട് വിനോദൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ കൂലിപ്പണി കഴിഞ്ഞ് വരുന്ന കാത്ത് വാതിൽക്കൽ എന്നെ നോക്കിയിരുന്ന ഒരു കുഞ്ഞു ചിത്രയുടെ മുഖം എന്റെ മനസ്സിലുണ്ട്. ആ ചിത്രയാണ് എന്നോട് എന്റെ മോള് ചോദിച്ചെങ്കിൽ ഞാൻ മറുത്തൊന്നും ചിന്തിക്കാതെ സമ്മതം മൂളിയനെ. എന്നാ നീ എന്റെ ചിത്രയല്ല. ദുബായിലെ വലിയ ബിസിനസ്മാനായ രാജീവ് വസിഷ്ഠയുടെ ഭാര്യ ചിത്രകലയാണ്. നിനക്ക് എന്നോടും എന്റെ മോളോടും സ്നേഹമില്ല. നീ ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞു വന്നത് സത്യയുടെ പേരിലുള്ള സുമിത്രയുടെ സ്വത്ത് മോഹിച്ചാണെന്ന് എനിക്കറിയാം. വിനോദ് പറഞ്ഞു കേട്ട് ചിത്രയെന്ന് പതറി. എന്താ സ്വത്തോ? ഏത് സ്വത്ത്? എനിക്കൊരു സ്വത്തിന്റെ കാര്യം അറിയില്ല. ഒരു വലിയ വീട്ടിൽ നിന്നും എന്റെ കൂടെ ഇറങ്ങി വന്നോളാ സുമിത്ര. അവളെ നല്ല രീതിയിൽ എനിക്ക് നോക്കാൻ പറ്റിയില്ല. അതിനു മുന്നേ എന്നെയും മോളെയും തനിച്ചാക്കി അവള് പോയി. അന്ന് സുമിത്രയുടെ മരണശേഷം അവളുടെ സ്വത്ത് മുഴുവൻ അവളുടെ അച്ഛൻ സത്യയുടെ പേരിൽ എഴുതി വെച്ചു. ഇന്നേ വരെ എന്റെ കുട്ടിയെ ഞാൻ അത് അറിയിച്ചിട്ടില്ല. അത് അറിഞ്ഞിട്ടാണ് നീ ഇപ്പൊ എന്റെ മോളെ ചോദിച്ചു വന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ ബന്ധത്തിന് എനിക്ക് സമ്മതമല്ല. നീ പോവാൻ നോക്ക്. അത് കേട്ടതും ചിത്രയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വന്നു. അതെ, 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി? ഇത് ആരെ അകത്ത് വിളിക്കാത്തത്? ഒന്ന് ഇറങ്ങിക്കേ. നഴ്സ് വന്ന് ചിത്രയോട് പുറത്തു പോകാൻ നിർബന്ധിച്ചു പറഞ്ഞു. നിങ്ങളിങ്ങനെ വേണമെങ്കിലും കൂട്ടിക്കോ. സത്യയെ കെട്ടാൻ പോകുന്നതിന്റെ കാശി തന്നെയായിരിക്കും. എതിർക്കാൻ നിങ്ങൾ എന്നാൽ അധിക കാലം ഇങ്ങനെ കിടന്നെങ്കിൽ അല്ലേ, നോക്കാം നമുക്ക് എത്ര കാലം ഉണ്ടാവും എന്ന്. ചിത്രപതി വിനോദിന്റെ ചെവിയിൽ പറഞ്ഞ് പുറത്തേക്ക് പോയി. ഐസിയുവിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന ചിത്ര ചെയറിലിരുന്ന് ഫോണിൽ കളിക്കുന്ന പ്രകാശിനെയാണ് കണ്ടത്. കാശി, നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മമ്മ, ഞാൻ മമ്മയെ കൂട്ടാൻ വന്നതാ. വീട്ടിലിരുന്ന് ബോറടിക്കും. പിന്നെ എനിക്കിവിടെ വലിയ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ. എന്നാ വാ നടക്ക്. ചിത്ര മുന്നിലേക്ക് നടന്നു. പ്രകാശ് അവിടെ നിന്ന് എഴുന്നേറ്റ് സീനുവിനെ തിരിഞ്ഞു. ഡാ, നീ ആരെയാടാ തിരയുന്നേ? ഇങ്ങോട്ട് വാടാ. ആ മമ്മ, ഞാൻ അതേ വരുന്നു. ഞാൻ സീനുവിനോടൊന്ന്. കാശി, ഇങ്ങോട്ട് വാ. ഡാ,
നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആ എനിക്കറിഞ്ഞൂടാ. നിന്നെ കൊണ്ട് ആ സത്യയെ കെട്ടിക്കാൻ. അവളെ നീ കല്യാണം കഴിക്കുന്നത് കൊണ്ട് അവളുടെ പേരിലുള്ള സ്വത്ത് നമുക്ക് കിട്ടും. അതിന് മാത്രമൊന്നും ഇല്ലെങ്കിലും ഒരു 5 ഏക്കർ സ്ഥലവും പുരയും അതും റോഡ് സൈഡിന് അത് നമുക്ക് പൊളിച്ചൊരു ഫാക്ടറി നിർമ്മിക്കാം. എന്താ നിന്റെ അഭിപ്രായം? മമ്മ, എനിക്ക് സത്യയെ വിവാഹം കഴിക്കാൻ അത്ര താല്പര്യമില്ല. പിന്നെ നിനക്ക് അവളെ ആയിരിക്കും വേണ്ടത്, ആ ഹസീനയെ. അവളെ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാ നിന്റെ ഇളക്കം. ഞാനൊന്നും അറിയില്ല എന്നാണോ നീ കരുതിയത്? ഏയ് മമ്മ, റിലാക്സ്. ഷീസ് മൈ എന്റർടൈൻമെന്റ്, ജസ്റ്റ് എന്റർടൈൻമെന്റ്. ഒന്നുമില്ലേലും ഞാനൊരു ബോയ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ലത്. പിന്നെടാ, നീ ഉണ്ടല്ലോ, അന്ന് എന്നെ തല്ലിയെന്ന് പറഞ്ഞില്ലേ അവളെ, ആ മറ്റവൻ, അവനെ വെറുതെ വിടരുത്. എന്നെ തല്ലിയതിന് നീ അവനിട്ട് നല്ലത് കൊടുക്കണം, കേട്ടല്ലോ? അത് പിന്നെ പറയാനുണ്ടോ മമ്മ? മമ്മയെ തല്ലിയവനെ ഈ പ്രകാശ് വെറുതെ വിടില്ല. മമ്മ നോക്കിക്കോ. ദാറ്റ്സ് മൈ ഗുഡ് ബോയ്. ചിത്ര അവനെ ഒന്ന് തലോടി. പോകുന്നതിനിടയിൽ അവൻ എന്തൊക്കെയോ ചിന്തിച്ചു ഒന്ന് കൂട്ടിച്ചിരിച്ചു. ചിത്രയുടെ തൊള്ളിൽ കൈയിട്ട് നടന്നു. രാത്രി എല്ലാവരും കിടന്നു. വൈശാഖ് മുറിയിൽ കയറി വാതിലടയ്ക്കാനെന്തും പൊന്നു മുറിയിൽ കയറി വന്ന് വാതിലടച്ചു. പാർവതി, എന്താ ഇത്? മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ. അമ്മായിയോ ആദ്യം കണ്ടാൽ എന്താ കരുതാ? എന്ത് വേണേലും കരുതട്ടെ. കുറെയായി ഞാൻ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നു. ശ്രീയേട്ടന് എന്താ അത് കേൾക്കാൻ കൂട്ടാക്കാത്തത്? എനിക്കിപ്പോ ഒന്നും കേൾക്കണ്ട. നീ കളിക്കാതെ ഇറങ്ങിപ്പോ. പറ്റില്ല. ഇന്ന് എനിക്ക് പറയാനുള്ളത് ശ്രീയേട്ടൻ കേട്ടേ പറ്റൂ. അല്ലാതെ ഞാൻ പോകില്ല. ഓ, നാശം പിടിക്കാൻ. പറഞ്ഞു തൊലയ്ക്ക്. എന്നിട്ട് വേഗം ഒന്ന് ഇറങ്ങിപ്പോ. ശ്രീയേട്ടാ, എനിക്ക് ശ്രീയേട്ടനെ ഇഷ്ടാ. എനിക്ക് ശ്രീയേട്ടനല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കാൻ പറ്റില്ല. ശ്രീയേട്ടന്റെ കൂടെയല്ലാതെ ഞാൻ ജീവിക്കില്ല. കഴിഞ്ഞോ? എന്നാ ഇറങ്ങിപ്പോ. ശ്രീയേട്ടാ, ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? കഴിഞ്ഞില്ലേ? എന്നാ പൊയ്ക്കൂടെ? ശ്രീയേട്ടൻ എന്താ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ശ്രീയേട്ടൻ, ഞാൻ പറയുന്നത് തമാശയായിട്ടാണോ കാണുന്നേ? അതെ, ഞാനെന്ന് പറഞ്ഞതുപോലെ എനിക്ക് നീ പറയുന്നത് തമാശയായിട്ട് തന്നെയാ തോന്നുന്നേ. നിന്റെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടിക്ക് തോന്നുന്ന വെറും ഒരു ഇൻഫാക്ച്വേഷൻ. നിനക്ക് വെറും 18 വയസ്സേ ആയിട്ടുള്ളൂ എന്ന്. എനിക്കോ 29. നാളെ നിനക്കിപ്പോ തോന്നുന്ന ഇഷ്ടവും ഇപ്പൊ പറഞ്ഞതൊക്കെ ഒരു തമാശയായിട്ട് തോന്നുക. അതുകൊണ്ട് പോകാൻ നോക്ക്. ആ ഇൻഫാക്ച്വേഷൻ. കുറെ കാലമായി ഞാൻ ഇത് കേൾക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ശ്രീയേട്ടനല്ലാതെ വേറെ ആരും എന്റെ കഴുത്തിൽ താലി കെട്ടില്ല. അതിന് ഈ പാർവതി ജീവിച്ചിരിക്കില്ല. സത്യമായിട്ട് ഞാൻ ചത്തുകളയും. പൊന്നു അത് പറയുമ്പോഴേക്കും കരയാൻ തുടങ്ങിയിരുന്നു. വൈശാഖ് അവളെ നോക്കി പുച്ഛിച്ച് അവിടെയുള്ള ഷെൽഫിൽ നിന്ന് ഒരു ബ്ലേഡ് എടുത്ത് പൊന്നുവിനെ നേരെ നീട്ടി. എന്നാ നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ ഇപ്പോ ചത്ത് കാണിക്ക്. വൈശാഖ് പറഞ്ഞു കേട്ട് പൊന്നു അവനെ അത്ഭുതത്തോടെ നോക്കി. എന്താ നോക്കുന്നേ? നിനക്ക് പറ്റില്ല അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, നിനക്ക് എന്നോട് ഇൻഫാക്ച്വേഷൻ മാത്രമാണെന്ന്. പൊന്നു വൈശാഖിന്റെ കാലിൽ വീണ് കരഞ്ഞു. ശ്രീയേട്ടാ, ഞാൻ പറഞ്ഞത് സത്യ. എനിക്ക് ശ്രീയേട്ടൻ ഇല്ലാതെ പറ്റില്ല. ഞാൻ ഉറപ്പായും ചത്ത് കളയും. നമ്മുടെ വയസ്സാണോ ഏറ്റവും പ്രശ്നം? ഞാൻ ഒരിക്കലും അതിന്റെ പേരിൽ ഒരു പരാതിയും പറയില്ല. ഞാൻ അതോർത്ത് ഒരിക്കലും ഖേദിക്കില്ല. എന്നാൽ എന്നെ ഇഷ്ടമല്ലെന്ന് മാത്രം പറയില്ല ശ്രീയേട്ടാ. എന്റെ പൊന്നു, എന്താ ഈ കാണിക്കുന്നേ? ഒന്ന് എഴുന്നേൽക്ക്. ഞാൻ നിന്റെ പ്രായം കൊണ്ടൊന്നല്ല എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പൊന്നു അത് കേട്ട് വൈശാഖിനെ ഒന്ന് തലയുയർത്തി നോക്കി. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അവന്റെ കോളറിൽ പിടിച്ചു കുലുക്കി. പിന്നെ എന്താ കാരണം? പറ, എനിക്കറിയണം. നമ്മുടെ ഏജ് ഡിഫറൻസ് അല്ലാതെ എന്താ നിങ്ങൾക്ക് പ്രശ്നം? അതിന് കാരണം ഞാൻ വേറൊരാളെ സ്നേഹിക്കുന്നു. വൈശാഖിന്റെ എടുത്തടിച്ച മറുപടി കേട്ട് പൊന്നു ഒരു നിമിഷം തറഞ്ഞു നിന്നു. അവന്റെ വാക്കുകൾ അമ്പു തറയ്ക്കും പോലെ അവളുടെ കാതുകളിലേക്ക് തുളച്ചു കയറി. ഇല്ല, ശ്രീയേട്ടൻ എന്നോട് കള്ളം പറയാ. എനിക്കറിയാം. അല്ല, അത് തന്നെയാ സത്യം. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് അവളെയും അവൾക്ക് എന്നെ ഇഷ്ടമാണ്. പൊന്നു വീണ്ടും അവന്റെ കോളറിൽ പിടിമുറുക്കി. എങ്കിൽ പറ, ആരാ അവള്? ശ്രീയേട്ടൻ പറഞ്ഞ സത്യാണെങ്കിൽ ആരാ അവള്? പറ, എനിക്കത് അറിയണം. അക്ഷര. ഞാൻ അക്ഷരയെ സ്നേഹിക്കുന്നത്, അവൾ എന്നെയും. വൈശാഖ് പറയുന്നത് കേട്ട് പൊന്നുവിന്റെ കൈ അവന്റെ കോളറിൽ നിന്നും അഴിഞ്ഞു. അവൾ വൈശാഖിനെ ദയനീയമായി നോക്കി. അക്ഷര, കോളേജിൽ വെച്ച് വൈശാഖിനെ എവിടെ കണ്ടാലും അവന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് പലവട്ടം തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം അഭിയേട്ടനോട് ചോദിച്ചാണ്. എന്നാ അന്ന് അഭിയേട്ടൻ അവർ ഫ്രണ്ട്സ് ആണെന്നേ പറഞ്ഞത്. എന്നാ ഇന്ന് ശ്രീയേട്ടൻ പറയുന്നു അങ്ങനെയല്ലെന്ന്. അവളുടെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വന്നു. അക്ഷര ചേച്ചിയെ കുറിച്ച് അതിനൊരു വിവരമില്ലല്ലോ. അത് നിനക്കല്ലേ അറിയാത്തത്? അവൾ ട്രിവാൻഡ്രത്തുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നത് അബിയെയും മാളുവിനെയും കൊന്നവരെ കണ്ടുപിടിക്കാനാ. അവരെ കഥ കഴിച്ച് ഞാൻ എന്റെ അമ്മയെയും കൊണ്ട് അങ്ങോട്ട് പോകും. പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. ഇനി എന്റെ പുറകെ നടക്കാത്ത പൊന്നു, പ്ലീസ്. എനിക്ക് മായയും മാളുവിനെയും പോലെയാ നീയും. പൊന്നു അവളെ മുഖം തുടച്ചൊന്നും പറയാതെ വാതിൽ തുറന്നു പോയി. അവളുടെ മുറിയിലെത്തിയതും വാതിലടച്ച് പൊട്ടിക്കരഞ്ഞ് ബെഡിലേക്ക് അമഴ്ന്നു കിടന്നു. തലയിലേക്ക് മുഖം പൂഴ്ത്തി. സത്യ, ഇവിടെ ഹോം നേഴ്സിനെ വെച്ചത് എന്തിനാ? അച്ഛനെ നോക്കാനല്ലേ? എന്നിട്ട് ആ ചേച്ചി കഞ്ഞിവെള്ളം തന്നാ കുടിക്കില്ല എന്ന് പറഞ്ഞാ എങ്ങനെയാ? നീയും സത്യ എന്റെ മക്കളല്ലേ? നിങ്ങളെ പോലെയാണ് അവര്. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? ആ ബെസ്റ്റ്. അപ്പോഴേ നാളെ എന്ത് ചെയ്യും? നാളെ ഞാൻ രാത്രി വരത്തുള്ളൂ. എനിക്ക് ഓഫീസിൽ പോണം. ഇനിയും ലീവ് എടുത്താലേ എന്റെ പണി പോകും. അല്ലെങ്കിൽ തന്നെ ഉപ്പാന്റെ ചെക്കപ്പിനുള്ള പൈസ ഉമ്മ കുടുംബശ്രീന്ന് ലോൺ എടുത്താ. ഇനി എന്റെ സാലറി കിട്ടിയിട്ട് വേണം അത് അടയ്ക്കാൻ. മോൾക്ക് ഞാൻ കാരണം ബുദ്ധിമുട്ടായോ? വിനോദ് പറയുന്നത് കേട്ട് സീനൊന്ന് കണ്ണുരുട്ടി നോക്കി. ഇവിടെ കിടപ്പിലാണെന്ന് ഞാൻ നോക്കില്ല. തലയ്ക്കൊന്ന് തരും ഞാൻ. എനിക്ക് ബുദ്ധിമുട്ടെന്നാണെന്നാണോ ആ പറഞ്ഞതിന്റെ അർത്ഥം? നാളെ എനിക്ക് ഓഫീസിൽ പോണം. അതുകൊണ്ട് ഉച്ചയ്ക്ക് ആ ചേച്ചി തരുന്ന ഫുഡ് മടി കൂടാതെ കഴിക്കണമെന്നാ. മനസ്സിലായോ?
വിനോദ് താല്പര്യമില്ലാതെ ഒന്ന് മൂളി. അത് കണ്ട് സീനു ചിരിച്ചു. മോളെ, സത്യം എന്താ വരാത്തെ? എനിക്ക് അവളെ കാണണം. സത്യം ഉണ്ടായിരുന്നപ്പോൾ എഴുന്നേറ്റില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ എഴുന്നേറ്റ് എന്റെ മോളെ എവിടെ ചോദിക്കുന്നു. സീനു, സത്യം എവിടെ? അവൾക്ക് എന്താ വരാൻ പറ്റാതെ? അവൾ എവിടേക്കാ പോയത്? അച്ഛൻ ടെൻഷൻ ആവണ്ട. അവള് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയതാ. നാളെ അച്ഛനെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉം അല്ല, ചിത്ര പോയ മോളെ? ആ പോയി. പക്ഷെ നാളെ വരും. ഉം എന്നാ ഞാൻ റൂമിലേക്ക് പോവാ. അച്ഛനൊന്നും വേണ്ടല്ലോ? വേണ്ട, മോള് പോയി ഉറങ്ങിക്കോ. സീനു അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി റൂമിലേക്ക് പോയി. സീനു, ഞാനിന്ന് വീട്ടിൽ പോവാ. നാളെ രാവിലെ വരാം. ആ ശരി ചേച്ചി. പിന്നെ നാളെ ഞാൻ രാവിലെ തന്നെ പോകും. ചേച്ചി വേഗം വരണം. ആ ആയിക്കോട്ടെ മോളെ. ഞാൻ 2 ദിവസമായി തല നനച്ചിട്ട്. ഞാനെന്നാ കുളിക്കാൻ കയറുക ചേച്ചി. പോകാനാകുമ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ വാതിൽ ചാരിയേക്ക്. ആ ശരി മോളെ. സീനു അവളുടെ പൈജാമയും തോർത്തും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. കുളിച്ച് തല തോർത്തി ബാത്റൂമിൽ നിറങ്ങിയപ്പോൾ ആകെ ഇരുട്ടായിരുന്നു. ഏ ഈ ചേച്ചി എന്താ ലൈറ്റ് ഓഫ് ചെയ്തത്? സീനി വേഗം ചാരിവാതിൽ അടച്ച് ലൈറ്റ് ഓണാക്കി നോക്കി. കറണ്ട് പോയതാണോ? ഈ ഹോസ്പിറ്റലിൽ എന്താ ജനറേറ്റർ ഒന്നും ഇല്ലേ? സീനു അവിടുന്ന് ജനാലയുടെ അടുത്ത് പോയി കർട്ടൻ ഇരു സൈഡിലേക്ക് നീക്കി. മുറിയിലേക്ക് നിലാവെളിച്ചം കടന്നു വന്നും അവിടെ കുറച്ചു വെളിച്ചം വന്നു. അവൾ മുടിയിൽ കെട്ടിയ തോർത്ത് ഊരി മാറ്റി ഒന്ന് തല കുലുക്കി മുടി മുന്നിലേക്കാക്കി തോർത്താൻ തുടങ്ങി. പെട്ടെന്ന് ആരാ അവളെ പുറകിൽ നിന്നും വരിഞ്ഞു മുറുക്കി. സീനി ഞെട്ടി. കയ്യിലെ തോർത്ത് നിലത്തേക്ക് ചാടി. അവളുടെ അടിവയറ്റിലൂടെ എന്തോ കടന്നുപോയി. നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ശബ്ദം പുറത്തു വരാതെ മൂക്കിലേക്ക് പരിചയമുള്ള പെർഫ്യൂമിന്റെ ഗന്ധം ഇരച്ചു കയറിയതും അവൾ കണ്ണു വിടർന്നു. കുതിറി അരയിൽ ചുറ്റിയ കൈ വിടിയിക്കാൻ നോക്കി. പ്രകാശ്, പ്ലീസ് എന്നെ വിട്.